ഇന്ത്യക്കാരുടെ വിജയം. ഭാവിയിലേക്കുള്ള പാലമെന്ന് പറയാം. മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള ദൗത്യങ്ങളിലും നിലയ നിർമ്മാണത്തിലും നിർണായകം തന്നെ ഈ ഒരു തീരുമാനം. നിലവിൽ 2 ഉപഗ്രഹങ്ങളെ ബന്ധിപ്പിച്ച് ഡോക്കിംഗ് നടത്തുന്നത് അനന്ത സാധ്യതകളുള്ള സാങ്കേതിക വിദ്യയാണ്. പല ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളിലും ഒരു വലിയ മാതൃപേടകവുമായി ചെറിയ പേടകങ്ങൾ ഡോക്ക് ചെയ്യുകയും വേർപെടുത്തുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഇതൊക്കെ ഡോക്കിങ്ങിന്റെ ഭാവാത്മകമായ സാധ്യതകളാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലൊക്കെ പേടകങ്ങൾ വന്ന് കൂടിച്ചേരുന്നതൊക്കെ ഡോക്കിങ്ങിന്റെ ഇന്നുള്ള ഉദാഹരണങ്ങളും. ഓരോ ഭ്രമണപഥത്തിലുള്ള 2 ഉപഗ്രഹങ്ങൾക്ക് പരസ്പരം കണ്ടെത്താനും സംയോജനം നടത്താനുമുള്ള ശേഷിയാണ് ഡോക്കിംഗ്. ബന്ധം സ്ഥാപിച്ചാൽ പരസ്പരം ഊർജവും വൈദ്യുതിയും സാമഗ്രികളുമൊക്കെ കൈമാറും. യാത്രാ പേടകങ്ങളിൽ മനുഷ്യരെയും. US ആണ് ഡോക്കിങ്ങിനുള്ള കരട് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. നീൽ ആംസ്ട്രോങ്ങിന്റെ നേതൃത്വത്തിൽ ജെമിനി 8 ദൗത്യത്തിലായിരുന്നു ആദ്യ വിജയം. പിന്നീട് മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ ദൗത്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിച്ചു. ഓട്ടോമാറ്റിക് രീതിയിൽ ഡോക്കിംഗ് വികസിപ്പിച്ചെടുക്കുന്നത് സോവിയറ്റ് യൂണിയനാണ്. 1967 ഇവർ ഈ വിദ്യ പരീക്ഷിച്ചു. സ്പേസ് സ്റ്റേഷനുകൾ പോലെ പല മോഡ്യൂളുകളായി ബഹിരാകാശത്ത് എത്തിച്ച് കൂട്ടിച്ചേർക്കേണ്ട നിർമ്മിതികളിൽ ഡോക്കിംഗ് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ ബഹിരാകാശത്ത് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ ടിയൻഗോങ് നിലയമൊക്കെ ഈ മട്ടിലാണ് മുന്നോട്ടു പോകുന്നത്. ചന്ദ്രയാൻ 4 പേടകം ചന്ദ്രനിലേക്ക് എത്തുന്നതിനു മുൻപ് ബഹിരാകാശത്തെ ഭ്രമണപഥത്തിൽ പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് നിർമ്മിക്കേണ്ടത്. ബഹിരാകാശത്ത് സ്വന്തം തട്ടകമെന്ന ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഡോക്കിംഗ് ശേഷി അനിവാര്യമാണ്. വിദൂര ഭാവിയിൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കും അതുവഴി മറ്റു ഗ്രഹങ്ങളിലേക്കുമൊക്കെ പര്യവേഷണം വ്യാപിപ്പിക്കാൻ പല രാജ്യങ്ങളും ഏജൻസികളും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. ആ ഒരു സ്വപ്നം കാണുന്നവരിൽ ഇന്ത്യയുമുണ്ട്. മറ്റു ഗ്രഹങ്ങളിലൊക്കെ എത്തുന്ന മാതൃപേടകത്തിൽ നിന്ന് ക്യാപ്സൂൾ വാഹനങ്ങളിലേറി ലാൻഡ് ചെയ്യാനും സന്ദർശനത്തിന് ശേഷം തിരികെ മാതൃപേടകത്തിൽ കയറാനുമൊക്കെ ഡോക്കിങ്ങിലൂടെ കൈവരിക്കുന്ന സാങ്കേതിക വളർച്ച നിർണായകമാകും. മോളെ, ഇത് വീട്ടിലുണ്ടാക്കിയതാ? അസലായിട്ടുണ്ടല്ലോ അമ്മേ. ഇതിന്റെ അരോമയൊന്ന് വേറെ തന്നെയാട്ടോ. നീ അവളെ പറ്റിച്ചു അല്ലേ? അമ്മ കഷ്ടപ്പെട്ട് നെയ്യൊന്നും കൊണ്ടുവരണ്ടായിരുന്നു. മിൽമ നെയ്യ് എന്റെ അടുത്തുണ്ട്. മിൽമ നെയ്യ്, പാരമ്പര്യ രുചിയും ഗുണവുമായി ഇപ്പോൾ പുതിയ പാക്കിംഗ്. മിൽമ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ.